നമസ്കാരം. എൻ്റെ പേര് ശ്രീകുമാർ. ഞാനിപ്പോൾ ഇരിക്കുന്നത് MBG സിവിൽ കളരി കൊല്ലം ഈ PV ശ്രീകുമാർ ഗ്രൂപ്പിനോടാണ് ഇരിക്കുന്നത്. ഒരിക്കലെ നമസ്കാരം എടുക്കുന്നത്. ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കളരിപ്പയറ്റ് പ്രസക്തി കൂടിയതാണ്. അപ്പോൾ ഈ കളരി മർമ്മ ചികിത്സയെ പറ്റി ഒരു വിശദീകരിക്കാം. കളരി മർമ്മ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരിപ്പയറ്റ് എന്നുള്ള ആയോധന കല, എല്ലാ കലകളുടെയും മാതാവായിട്ടുള്ള കല, ആയോധന കലകൾ. അപ്പം ലോകത്ത് ആയോധന കലകളുടെ കൂടെ ചികിത്സാ സമ്പ്രദായമുള്ള ഏക ഒരു ആയോധന കല കളരിപ്പയറ്റാണ്. ഈ കളരി മർമ്മ ചികിത്സ എന്ന് പ്രത്യേകിച്ച് പേര് മർമ്മ ചികിത്സ എന്നാണ് പറയുന്നത്. ഈ മർമ്മ ചികിത്സ എന്ന് പറയുമ്പം കളരിപ്പയറ്റിനകത്ത്, കളരി പരിശീലനത്തിനകത്ത് കുലാഭ്യാസ മർമ്മങ്ങളുടെ പ്രയോഗങ്ങളും പരിശീലനങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള പരിശീലനം എന്ന് പറയുന്നത് ഒറ്റക്കോൽ സമ്പ്രദായത്തിൽ. അതുപോലെ അത് ഈ കളരിപ്പയറ്റ് പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ക്ഷതങ്ങൾ, വീഴ്ചകൾ, ഇതിനൊക്കെ തന്നെ ആ കാലഘട്ടങ്ങളിൽ അതിന് മറുതട്ടും അതുപോലെ ഒഴിച്ചിലുകളും പ്രത്യേക തരത്തിലുള്ള കിഴികളും പ്രയോഗങ്ങളെല്ലാം അന്ന് ഗുരുക്കന്മാർ അതിനുവേണ്ടി സംവിധാനം ചെയ്തു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് കൂടുതൽ ക്ഷമത കിട്ടാനായിട്ട്, നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാനായിട്ട്, പ്രയോഗങ്ങൾക്ക് നല്ല തീക്ഷ്ണതയും വടിവുകൾ കുറവും നല്ല ഉറപ്പും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഈ ചവിട്ടി വീഴ്ച സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ ഈ സമ്പ്രദായങ്ങൾ പിന്നീട് നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്രദമാകത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പം അതിനെ സംബന്ധിച്ച് ഈ മർമ്മ ചികിത്സ പിന്നീട് ഇപ്പം അത് ഈ കാലഘട്ടത്തിൽ ഇപ്പം നടുവേദന സംബന്ധിച്ചാൽ വീഴ്ച മൂലമുണ്ടാകുന്ന ക്ഷതങ്ങൾ, അത് മർമ്മക്ഷതമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണോ, അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിഷമത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് നടുവ് സംബന്ധമായിട്ട് വിഷയങ്ങൾ വന്ന് പിന്നീട് ക്ഷതം കൊണ്ട് തന്നെ അത് ഡിസ്ക് സംബന്ധമായിട്ട് വിഷയത്തിലേക്ക് മാറാം. അതുപോലെ ക്ഷതം നമ്മുടെ അല്ലാത്ത ഭാഗങ്ങളിൽ ചില മർമ്മക്ഷതങ്ങളായിട്ട് ബന്ധപ്പെടുന്ന പിന്നീട് ശ്വാസം മുട്ട് പോലെയായിട്ട് വരാം. ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലേക്കും ഈ മർമ്മക്ഷതങ്ങൾ വിഷയത്തിലേക്ക് പോകും. അപ്പോൾ ഈ ചികിത്സകൾ പിന്നീട് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നേരത്തെ ഇത് യുദ്ധമുഖത്തും കളരി പരിശീലന സമയത്തൊക്കെ ഉപയോഗപ്പെടുത്തിയെങ്കിലും പിന്നീട് ഇത് സാധാരണ ജനങ്ങളിലേക്കും ഇത് എത്തിച്ചേർന്നു. അപ്പം ഇതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്, ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇതിൻ്റെ മരുന്നുകൾ സംവിധാനങ്ങളെല്ലാം തന്നെ ഇത് ഗുരുക്കന്മാർ നിക്ഷിപ്തമാണ്. അവർ അടുത്ത ഈ പാരമ്പര്യത്തിലേക്ക് പകർന്നു കൊടുക്കുകയും അതാണ് യഥാർത്ഥ കളരിപ്പയറ്റ് കളരി ചികിത്സ എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അല്ല, അതിനകത്ത് ഈ കളരി പഠിക്കുന്നവർ മാത്രമേ ഈ ചികിത്സ ചെയ്യാവുന്ന, അങ്ങനെ അതിനെപ്പറ്റി കളരിയുടെ പരിശീലന വിഭാഗമായിട്ട് അത്രയ്ക്കും ഇഴചേർന്ന് കിടക്കുന്നുണ്ട്. അതായത് കളരി പരിശീലനം ഇപ്പം നമ്മൾ കൈയൊഴിച്ചിൽ എന്ന് പറയും. കൈയൊഴിച്ചിൽ നിലത്ത് കിടത്തിയിരുന്ന കൈയൊഴിച്ചിലേക്ക്, അതുപോലെ ചവിട്ടി ഒഴിച്ചിൽ കയറ് ഒരു നിശ്ചിത നീളത്തിൽ കയറിൽ പിടിച്ചിട്ട് നല്ല നിയന്ത്രണം, അതായത് കൈകൊണ്ട് ചെയ്യുന്നതും കാലുകൊണ്ട് ചെയ്യുന്ന ഒഴിച്ചിൽ തമ്മിൽ ശരിക്കും ഒരാൾ കിടക്കുന്ന ഒരാൾക്ക് അറിയാൻ പോലും പാടില്ല. അങ്ങനത്തെ രീതിയിൽ കാരണം നല്ല നിയന്ത്രണം കാലിന് വേണം, കൈക്കും വേണം. അപ്പോൾ ഈ കൈകളിലുള്ള ഈ ചികിത്സകൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഗജവടികളിൽ നിന്ന് ചെയ്യുന്ന രീതിയുണ്ട്, സിംഹവടികളിൽ നിന്ന് ചെയ്യുന്ന രീതിയുണ്ട്, ഇങ്ങനെയുള്ള വലിഞ്ഞമർന്ന് അശ്വവടികളിൽ നിന്ന് ചെയ്യുന്ന രീതി. ഈ വടിവുകളിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ എനർജി ട്രാൻസ്ഫറൻസ് ആണ്, നമ്മൾ നല്ല ട്രാൻസ്ഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ എനർജി ഒഴുകുന്ന ഒരു രീതി ഇതിനെപ്പറ്റി പറയുന്നത്. അതാണ് ഈ സൂക്ഷ്മമായിട്ട് നമ്മൾ ഈ വടിവുകളിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് വടിവുകളിൽ നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഊർജ്ജം നമുക്ക് ഈ ദോഷം, ഈ പ്രാക്ടീസ് ചെയ്തുണ്ടാക്കുന്ന പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഈ ദോഷമായിട്ട് ബന്ധപ്പെട്ട് അല്ല അസ്വസ്ഥകളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരാൾ ചികിത്സിക്കുമ്പോൾ വടിവുകളിൽ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രിയയാണ് കളരി ഒഴിച്ചിൽ എന്ന് പറയുന്നത്. അത് സാധാരണ മസാജ് എന്ന് പറഞ്ഞ ഒരു വാക്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. കളരി ഒഴിച്ചിൽ എന്ന് പറഞ്ഞ സമ്പ്രദായം ചെയ്യണമെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ശരീരത്തിൽ ഓരോ ഭാഗങ്ങൾ കൊടുക്കുന്ന പ്രഷർ, അതിൻ്റെ സമ്മർദ്ദത്തിന് വ്യത്യാസമുണ്ട്. കൈ ഓടുന്നതിന് വിവിധ തലങ്ങളിൽ സമ്മർദ്ദങ്ങൾ വ്യത്യാസം വരും, അതുപോലെ എണ്ണത്തിന് വ്യത്യാസം വരും, കനത്തിന് വ്യത്യാസം വരും. ഓരോ ദിവസങ്ങൾ എത്ര ദിവസം കൂടുന്നതനുസരിച്ച് കുറയ്ക്കണം. ഇതെല്ലാം ഒരു ഗുരുവിൻ്റെ അടുത്ത് നേരിട്ട് നിന്ന് ഓരോ ആൾക്കാർ ചെയ്ത് ശരിക്കും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതിന് ശേഷം, പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ വാഴത്തടകളിലാണ് പ്രാക്ടീസ് ചെയ്യിക്കുക. കൈ നല്ല ഒഴുക്കം വന്നതിന് ശേഷം പിന്നെ ഗുരുവിനെ നേരിട്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് പിന്നീടും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ചികിത്സിക്കാൻ വരുന്നവരെ ചെയ്യിപ്പിക്കുന്നത്. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇതിനകത്ത് വന്നെങ്കിൽ മാത്രമേ ഒഴിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ മസാജ് ചെയ്യുന്ന പോലെ ഒന്നും കളരി ഒഴിച്ചിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് ശരിക്കും കളരി അഭ്യാസിക്ക് മാത്രമേ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുകയുള്ളൂ. അത് കളരിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു.